എല്ലാവർക്കും പ്രഭാത വന്ദനങ്ങൾ. ഇന്നേ ദിവസം ദൈവം നമുക്ക് ദാനമായി നൽകിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. 20-ാം സങ്കീർത്തനം 4-ാം വാക്യം, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ ദൈവം നിവർത്തിച്ചു കൊടുത്ത 3-4 സംഭവങ്ങൾ വിശുദ്ധ തിരുവെഴുത്തിലുണ്ട്. മറ്റനേക തെളിവുകൾ ഉണ്ടെങ്കിലും പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ ഈ പ്രഭാതത്തിൽ താല്പര്യപ്പെടുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായം 12-ാം വാക്യം, കാലേബിന്റെ മകളായ അക്സ തന്റെ പിതാവായ കാലേബിനോട് പറഞ്ഞു, നീ എന്നെ തെക്കേ ദേശത്തേക്കല്ലോ അയച്ചത്, നീരുറവകളും കൂടി എനിക്ക് തരണമേ. അക്സ ചോദിച്ചത് കാലേബ് അവൾക്ക് കൊടുത്തു. തെക്കേ ദേശം അല്പ വരണ്ട ദേശമെന്ന് അറിയപ്പെടുന്നു എങ്കിലും അതോടുകൂടെ നീരുറവകൾ കൂടി അവൾക്ക് കൊടുത്തു. ഒരാശ്വാസം അവൾക്ക് ഉണ്ടായി. അവളുടെ ഹൃദയത്തിലെ ആഗ്രഹം അവൾ ചോദിച്ചത് പിതാവ് അവൾക്ക് കൊടുത്തു. 2, ശലോമോൻ ദൈവത്തോട് ചോദിച്ചു. ഒരിക്കൽ ശലോമോൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ആ ഉറക്കത്തിലാണ് ദൈവം പ്രത്യക്ഷനാകുന്നത്. ദൈവം ചോദിക്കുന്നു, ശലോമോനെ, നിനക്ക് എന്ത് വേണം? ചോദിച്ചു. എന്ത് ചോദിച്ചാലും തരാം എന്നാണ് പറയുന്നത്. ശലോമോൻ മറ്റൊന്നും ചോദിച്ചില്ല. ഏകദേശം 18-നും 20-നും വയസ്സിനിടയിലുള്ള പ്രായമുള്ള സമയത്താണ് ശലോമോൻ രാജാവാകുന്നത്. എന്നാൽ ശലോമോൻ രാജാവായ പ്രായം വ്യക്തമായി ബൈബിളിൽ പറഞ്ഞിട്ടില്ല. പല സൂചനകളിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്. ശലോമോൻ വേറൊന്നും ചോദിക്കാതെ പറയുകയാണ്, ഗിവ് മീ നൗ വിസ്ഡം ആൻഡ് നോളജ്. എനിക്ക് വിവേകവും ജ്ഞാനവും മാത്രം മതി ഈ ജനത്തെ ഭരിക്കുവാൻ. അത് ദൈവത്തിന് വളരെ പ്രസാദകരമാണ്. നാം ചോദിക്കുന്നത് ദൈവത്തിന് പ്രസാദകരമാകുന്നെങ്കിൽ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമുക്ക് നൽകി നമ്മെ അനുഗ്രഹിപ്പാൻ നമ്മുടെ കർത്താവിന് കഴിയും. അതുകൊണ്ടാണല്ലോ ശലോമോൻ ഇതിനു മുൻപ് അതുപോലെ ജ്ഞാനമുള്ള ആരും ഉണ്ടായിട്ടില്ല, അതിനുശേഷവും ആർക്കും ആ ജ്ഞാനം ഉണ്ടായിട്ടില്ല. അത്ര വലിയ ജ്ഞാനം ദൈവം ശലോമോന് മേൽ പകർന്നു. ശലോമോൻ ആഗ്രഹിച്ചത് ദൈവം ശലോമോന് നൽകി. ഏലിയാവിന്റെ കൂടെ ശുശ്രൂഷ ചെയ്തു വരവേ ഏലിയാവ് എടുക്കപ്പെടുമെന്നുള്ള അറിവ് എലീശയ്ക്ക് ലഭിച്ചപ്പോൾ, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് ഏലിയാവ് ചോദിക്കുന്നു. എലീശ പറഞ്ഞു, നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് തരണം. പ്രയാസമുള്ള കാര്യമാണെങ്കിലും അതുപോലെ സംഭവിച്ചു. ഏലിയാവ് സ്വർഗത്തിലേക്ക് എടുത്തു കൊള്ളപ്പെടുമ്പോൾ എന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എലീശയുടെ മേൽ പകർന്നു. എന്തിനു വേണ്ടിയാണ് എലീശ അത് വാങ്ങിയത്? ഏലിയാവ് ചെയ്ത ശുശ്രൂഷ അതിനേക്കാൾ ശ്രേഷ്ഠമായ നിലയിൽ ആ ശുശ്രൂഷ തുടരുവാൻ വേണ്ടിയായിരുന്നു. ഏലിയാവിന്റെ കാലത്ത് നേരിട്ട പ്രതികൂലങ്ങളെക്കാൾ പ്രതികൂലങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണ്. അവിടെ നിൽക്കണമെങ്കിൽ അതിനേക്കാൾ ഇരട്ടി ആത്മപകർച്ച വേണം എന്ന് മനസ്സിലാക്കിയ എലീശ അത് വാങ്ങി. നാം ആഗ്രഹിക്കുന്നത് ദൈവത്തിന് പ്രസാദമെങ്കിൽ അത് എത്രയോ ശ്രേഷ്ഠമാണ്. എന്നാൽ എലീശയുടെ ശിഷ്യനായിരുന്ന ഗേഹസി എലീശയുടെ അതേ ശുശ്രൂഷ ലഭിക്കേണ്ടതായിരുന്നല്ലോ. ഇരട്ടി പങ്ക് ലഭിച്ചില്ലെങ്കിലും ആ ശുശ്രൂഷ തുടർമാനമായി ചെയ്യേണ്ടതല്ലേ? പക്ഷെ അവന്റെ ലക്ഷ്യം തെറ്റിപ്പോയി. അവന്റെ ആഗ്രഹം മറ്റൊന്നായിരുന്നു. അതോടെ അവന്റെ ശുശ്രൂഷ അവസാനിച്ചു. ഇതുപോലെ തന്നെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലായിരിക്കുമ്പോൾ
യെരിഹോ വഴി കടന്നു പോകുമ്പോൾ ഒരു കുരുടൻ വഴിയേരിയിരുന്ന് നിലവിളിച്ചു. ഇങ്ങനെ ആളുകൾ കടന്നു പോകുന്ന കണ്ട് അവന് ചോദ്യം ചോദിച്ചു. ഇത് ആരാണെന്ന് ചോദിച്ചപ്പോൾ യേശു എന്ന് പറഞ്ഞു. യേശുവെ, ദാവീദ് പുത്ര എന്ന് നിലവിളിച്ചു, ഉറക്കെ നിലവിളിച്ചു. യേശു അവനെ തൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? അവൻ പറഞ്ഞു, എനിക്ക് കാഴ്ച ലഭിക്കണം. ആ നിമിഷം ദൈവം അവന് കാഴ്ച കൊടുത്തു. നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവികവും കർത്താവിന് പ്രസാദവുമെങ്കിൽ ഏത് അന്ധത പിടിച്ച വിഷയങ്ങളിലും വെളിച്ചം പകരുവാൻ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുവാൻ, ആഗ്രഹങ്ങൾക്ക് മറുപടി നൽകുവാൻ ദൈവത്തിന് കഴിയും. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ കരം അവരോട് കൂടെ ഇരുന്ന് എല്ലാവരെയും നടത്തും, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.